ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഫസ്റ്റ് ടൈമാണ് ഞാൻ ലോങ് വീഡിയോയിൽ എൻ്റെ ഓൺ വോയിസ് ഇടുന്നത്. നല്ല ടെൻഷനുണ്ട്, ഉണ്ടാവുന്നൊന്നും അറിയില്ല എന്തായാലും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും ഓണപരിപാടിയാണ്. അതായത് ഞാൻ പഠിക്കുന്ന സ്ഥലത്തെ ഓണപരിപാടി ജസ്റ്റ് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വലുതായിട്ടൊന്നും കാണത്തില്ല എന്ന് തോന്നുന്നു. ഓക്കെ, എന്നെക്കൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതല്ല, ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ ഓണപരിപാടിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. അതായത് എല്ലാ സ്ഥലത്തും സ്റ്റുഡൻസ്, അതായത് എല്ലാ കോളേജിലും സ്റ്റുഡൻസിൻ്റെ ഒരു പ്രോഗ്രാം എന്തായാലും കാണുമല്ലോ. ഓക്കെ, അപ്പം നമ്മളവിടെയും ഉണ്ട്. അപ്പം നമ്മളെടുത്ത് ചെയ്യാൻ പറഞ്ഞു എന്തെങ്കിലും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒന്നിനുള്ള കഴിവൊന്നുമില്ല, എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണമല്ലോ. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ ഡിസൈഡ് ചെയ്തു നമുക്കൊരു ഡാൻസ് കളിക്കാമെന്ന്. അതും 5 പേര്, നമ്മൾ 5 പേരാണ് ഫസ്റ്റ് നമ്മൾ പ്രാക്ടീസൊക്കെ തുടങ്ങി 5 പേരാണ് സെറ്റ് ചെയ്ത് വന്നത്. അപ്പോഴത്തേക്കും ഇന്നലെ ആയപ്പോഴത്തേക്കും ഒരാൾക്ക് പറ്റത്തില്ല, മോളുടെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ആൾക്ക് വരാൻ പറ്റത്തില്ല. അപ്പം ഇന്നായപ്പോൾ വേറൊരാൾക്ക് അവൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവൾക്ക് ഇന്നായപ്പോഴത്തേക്കും തലക്കറക്കം അങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം അവൾക്ക് പറ്റത്തില്ല. അപ്പോൾ ഫൈനലി നമ്മൾ 3 പേരായി. ഫസ്റ്റ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു നമ്മൾ കളിക്കുന്നതിനെ പറ്റിയിരിക്കുന്ന. ഇപ്പം എക്സൈറ്റ്മെൻ്റ് അല്ല, നമുക്ക് നല്ല പേടിയാണ്. കാര്യം നമ്മൾ 5 പേര് തുടങ്ങിയതിൽ നമ്മൾ ബാക്കി ലാസ്റ്റ് ഫൈനൽ 3 പേര് നമ്മൾ എത്തി. അപ്പോഴത്തേക്കും അതിനി എങ്ങനെയാവും എന്നതിലൊക്കെ നല്ല ടെൻഷനുണ്ട്. 5 പേര് പഠിച്ചതും അതിൻ്റേതായ രീതിയിലാണ്. അതായത് 5 പൊസിഷനിലൊക്കെ നിന്നിട്ട് ആണ് നമ്മൾ കളിക്കുന്നത്. അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ വരും. എന്താവുമെന്നൊന്നും അറിയില്ല. എന്തായാലും കളിക്കാം. കാര്യം നമ്മൾ പേരൊക്കെ കൊടുത്തിട്ട് പിന്നെ മാറുന്നത് ഭയങ്കര ബോറാണ്. നമ്മൾ എന്തായാലും കയറി കളിക്കണം. ഇന്നലെ വരെ പ്രാക്ടീസ് ചെയ്ത പോലെ അല്ലല്ലോ ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവും. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ ഒരുങ്ങാൻ കയറണം. കാര്യം ആറ്റിങ്ങ വരെ പോകണം. ഇച്ചിരി നല്ല ലോങ് ഉണ്ട്, ഒരുപാടല്ല എന്നാലും ഉണ്ട്. ബസ്സൊക്കെ കിട്ടി നമുക്ക് ബസ്സിൻ്റെ ടൈമാണ് പ്രശ്നം. കിട്ടി നമ്മൾ അങ്ങ് എത്തണം. പിന്നെ സെറ്റ് സാരിയാണ് എടുക്കാനുള്ളത്. എന്താവും എനിക്കറിയില്ല. ഞാൻ ഇന്നലെ ഒരു തട വീട്ടിൽ കൊണ്ടുപോയിട്ട് എൻ്റെ പ്ലീറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ നല്ല ഇച്ചിരി പടപടായിരിക്കുന്ന സാരിയാണ്. അതായത് കുറച്ച് നല്ല ഇതായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര എന്താണ് എന്തിനു പറയും. ഇപ്പോൾ ഇതിന് ഓൺ വോയിസായിട്ടാണ് ഒന്നും കിട്ടാത്തത്. അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിക്കൂട്ടിയാണ് ഭയങ്കര നമുക്ക് പ്ലീറ്റൊന്നും സെറ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഇന്നലെ നൈറ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അത് ഉടുക്കണം, പിന്നെ പോകണം. വയ്യെന്ന് പറഞ്ഞത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഇത് ഇവിടെ ഉള്ള എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവൾക്കാണ് വയ്യാത്തത്. അപ്പം അപ്പോൾ അവൾ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അവൾക്ക് നല്ല വിഷമമുണ്ട്. കാര്യം അവളും കൂടെ നിന്ന് പഠിച്ചിട്ട് പിന്നെ കളിക്കാൻ പറ്റുന്നില്ല എന്നൊരു വിഷമം. പിന്നെ അവിടെ വന്ന് പ്രോഗ്രാം കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വാ, ഞാൻ ഉണ്ടല്ലോ, ഞാൻ കൊണ്ടുപോകാം, നമുക്ക് ഒത്തുപോകാം, ഞാൻ നോക്കിക്കോളാം, നീ വന്നോളാം. ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ ആൾ വരാനിങ്ങനെ സമ്മതിച്ചിട്ടുണ്ട്. ആ കൊട്ടു വയ്യില്ലെങ്കിൽ ആൾ സെറ്റായപ്പോൾ നമുക്ക് പോയി റെഡി ചെയ്യാൻ സമയമില്ല. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. ഇൻട്രോ ഒന്നും ഞാൻ ഓൺ വോയിസ് എടുത്തിട്ടില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ അടുത്ത് പറയണം. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ ഞാനത് ക്ലിയർ ചെയ്തിരിക്കും. പിന്നെ ഞങ്ങൾ ഫുൾ മാക്സിമം വീഡിയോ ഇരുന്ന് ഫുൾ കാണാൻ ശ്രമിക്കുക. അങ്ങനെ ഞാൻ പോയി നേരെ കുളിച്ചു. അതിനുശേഷം സാരിയൊക്കെ ഉടുത്തു. അത് തേച്ച് വെച്ചതെന്ന് പറഞ്ഞാലും നമ്മൾ ആ ഒരു ടൈമിൽ കുറച്ചൊക്കെ പാടൊക്കെ കാണുമല്ലോ. അങ്ങനെ എൻ്റെ ഇത്തായും കൂടെയൊക്കെ വന്നു, ഇത്തായും മാക്ക് വന്നു. അങ്ങനെ അത് സെറ്റ് ചെയ്ത് തന്നു. പിന്നെ ഞാൻ നേരെ വന്ന് റെഡിയാവാമെന്ന് വിചാരിച്ചു. എനിക്ക് പണ്ട് ഈ സാരി ഉടുക്കാനുള്ള കഴിവൊന്നുമില്ല, എന്നാലും തട്ടിക്കൂട്ടൊക്കെ ഞാൻ ഉടുക്കും. എത്രയും പെട്ടെന്ന് റെഡിയായി ഇറങ്ങിയാൽ അത്രയും നല്ലത് എന്ന രീതിക്ക് ഞാൻ പെട്ടെന്ന് ഒരുങ്ങി. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കുളമാവുമെന്ന്. കാര്യം ഞാൻ എന്ത് കാര്യം ഇങ്ങനെ പെട്ടെന്ന് ചെയ്താലും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ നിന്നാലും അത് കുളമാവും. നീ എന്തെങ്കിലുമൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ചെയ്യാൻ മറക്കും, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചതുപോലെ എനിക്ക് ഒരുങ്ങാൻ പറ്റി കാണത്തില്ല. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും അയ്യോ അതുപോലെ അന്ന് ഒരുങ്ങേണ്ടിയിരുന്നു, അല്ലെങ്കിൽ അതുപോലെ ഷോൾ ഇടേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ മതിയായിരുന്നു, അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷേ ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഞാൻ നൈറ്റ്, അതായത് ഇന്നലെ തന്നെ ഞാൻ ഇങ്ങനെ ഷോളൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇടണോ അങ്ങനെ ഇടണോ എന്നൊക്കെ. അങ്ങനെ ഞാൻ അതൊക്കെ ഇന്നലെ തന്നെ ഡിസൈഡ് ചെയ്ത് വെച്ചു. എങ്ങനെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പാളിയെ പിന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ്. ആ ദിവസം ഫുൾ ഭയങ്കര വിഷമമായിരിക്കും. അയ്യോ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇപ്രാവശ്യം എനിക്ക് അതിന് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. സാരി ഉടുത്തതിലായിരുന്നു അല്ലെങ്കിൽ ഷോൾ ഇട്ടതിലായിരുന്നാലും എനിക്കിങ്ങനെ ഭയങ്കര വിഷമമൊന്നും ഇല്ലായിരുന്നു. ഒരുങ്ങാൻ പ്രോയൊന്നും അല്ലെങ്കിലും അത്യാവശ്യമൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ ഞാൻ ഒരുങ്ങി. ഈ അത്യാവശ്യം വലിയ കമ്മലൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ എനിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കത് ഇട്ടാൽ ചേരത്തില്ല എനിക്കൊരു ഇൻസെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടത്തില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഇട്ടു. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ വള യൂസ് ചെയ്യത്തില്ല. പക്ഷേ ഇപ്രാവശ്യത്തോളത്തിൽ ഞാൻ വളയും മേടിച്ചു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ വള ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ ഇട്ട് ഒരുങ്ങി ഇറങ്ങി. ഫൈനൽ ലുക്ക് ഇതാണ്. ഭയങ്കര ഭംഗിയൊന്നുമില്ലെങ്കിലും പക്ഷേ എനിക്ക് അത്യാവശ്യം എനിക്കിഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഈ സാരിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ചേച്ചി ഓണത്തിന് ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ ഈ സാരിയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സാരി എൻ്റെ കൈ കിട്ടിയപ്പോഴത്തേക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇച്ചിരി വൃത്തിക്കൊക്കെ ഉടുക്കാൻ പറ്റുമെന്ന്. പക്ഷേ നമ്മൾ ഉടുത്തു. പിന്നെ അങ്ങനെ നേരെ ഇറങ്ങി. എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾക്കൊട്ടും വയ്യ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ നേരെ നമ്മൾ അവിടെ എത്തി. എല്ലാവരും വന്നു. നമ്മളവിടെ എത്തിയപ്പോഴേ ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ തുടങ്ങി. കുറേയൊക്കെ അങ്ങ് കഴിഞ്ഞായിരുന്നു. നമ്മൾ ചെന്ന് ഒരു ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പരിപാടിയായിരുന്നു. അങ്ങനെ നമ്മൾ ചെന്ന് നിന്നു. അതിനുശേഷം കുറച്ച് പ്രാക്ടീസൊക്കെ നടത്തി. എന്നിട്ട് നല്ല ടെൻഷനോടുകൂടി സ്റ്റേജിൽ കയറി.
ഡാൻസൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് ചാടാനും കളിക്കാനൊക്കെ നമുക്ക് പാട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഡാൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ തെറ്റി, പക്ഷേ എന്നാലും നമ്മൾ 3 പേരേ ഉള്ളൂ എങ്കിലും നമ്മൾ പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡ് കഴിക്കാൻ കുറച്ചുകൂടെ ലാഗൊക്കെ ആയി. അതിന് ശേഷം നേരെ നമ്മൾ സന്തോഷത്തോടു കൂടി ഫുഡ് കഴിക്കാൻ കയറി. സദ്യയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ഇല കീറിപ്പോയി. കീറിയ വിഷമം ഞാൻ ആ സദ്യ കിട്ടിയപ്പോഴത്തേക്കും അതിൽ കഴിച്ച് ഞാനങ്ങ് തീർത്തു. അടുത്ത എന്തെന്ന് പറഞ്ഞ് കാത്തിരുന്നപ്പോഴത്തേക്കാണ് ബോളി എത്തിയത്. പിന്നെ ബോളിയും എൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും അത് തീർന്നു പോയി. പക്ഷേ നമ്മൾ കിട്ടി കേട്ടോ, എനിക്ക് കിട്ടിയ അവസാനം. പിന്നെ അതിനുശേഷം നമുക്കിവിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. മിസ്സിൻ്റെയൊക്കെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, മിസ്സിൻ്റെയൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ കണ്ട് കുറേ നേരം അവിടെ ഇരുന്നു. പക്ഷേ നമ്മളങ്ങനെ പ്രോഗ്രാംസിനൊന്നും ഇറങ്ങിയില്ല. ലാസ്റ്റ് ഒരു ഗെയിമിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ക്ലിപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ പിന്നെ നമ്മൾ അത്യാവശ്യം ലേറ്റായി. അങ്ങനെ പിന്നെ ഇറങ്ങി. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓണത്തിൻ്റെ ടൈമൊക്കെ അല്ലേ, അങ്ങനെ നമ്മൾ ഇറങ്ങി. നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. എത്തിയപ്പോൾ അത്യാവശ്യം ലേറ്റായി. അപ്പം ഞാൻ വന്നപ്പോൾ എൻ്റെ അമ്പുടും ഇങ്ങനെ കാത്തിരുന്നു എന്നെ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് അടുത്ത കാര്യങ്ങൾ കാണാം.